സ്വാഗതം പ്രിയരെ, സയന ടാരോ റീഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ടാരോ റീഡ് എന്ന് പറയുന്നത് മനസ്സ് ശൂന്യമാണ്. അതുകൊണ്ട് ടാരോയുടെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, എവിടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അതായത് താങ്കൾക്ക് വേണ്ടിയിട്ടാണ് റീഡ്. അപ്പോൾ ശൂന്യമായ മനസ്സിൽ ടാരോയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഇന്ന് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡാണ്. തീർച്ചയായിട്ടും കറണ്ട് എനർജി എന്ന് പറയുന്ന കാർഡ് തന്നെയാണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാന്വേഷണം നടത്തുന്ന ഒരു വൃദ്ധനെയാണ് കാണുന്നത്. അദ്ദേഹം നിൽക്കുന്നത് ഒരു മലയ്ക്ക് മുകളിലാണ് കേട്ടോ, ഒരു സ്നോ മൗണ്ടൻ്റെ മുകളിലാണ്. തീർച്ചയായിട്ടും ഈ കാർഡാണ് നമ്മുടെ എനർജി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ആന്തരികമായിട്ട് ഒരു സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഇതിനൊക്കെ അർത്ഥം എന്ന് അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഗൈഡൻസ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതും ഒരു മേജർ അർക്കാന കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ മാറി മാറി വരുന്ന ഒരു സമയമാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് നല്ല കാര്യവും ഒരേ സമയത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്ന രണ്ടും കൂടി സമ്മിശ്രമതമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കാർഡ് വരാറുള്ളത്. അപ്പോൾ രണ്ടും ചേർന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളതാണ്. എവിടേക്കായിരിക്കാം നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കപ്സ് എന്ന് പറയുന്നത് ജലം എന്ന് പറയുന്ന ഇമോഷനാണ്. ജലം എന്ന് പറയുന്നത് വൈകാരികമായിട്ട് വളരെ തീവ്രതയിൽ നിൽക്കുന്ന ഒരാളാണ് കിങ് എന്ന് പറയുന്നത്. ഒരേ സമയം ഇദ്ദേഹം പുറത്തൊന്നും കാണിക്കരുത് എന്ന് വിചാരിക്കുമ്പോഴും ആന്തരികമായിട്ട് അദ്ദേഹം ഒരുപാട് കരയുകയും വേദനിക്കുകയും അതേപോലെ വൈകാരികമായിട്ടുള്ള ദേഷ്യം വരൽ, ജലസി, എല്ലാ വികാരങ്ങളും ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പുറത്ത് പറയാതെ ഉള്ളിലടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ടാരോ റീഡിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നൊരു ചാക്രികമായിട്ടുള്ള ഇതിലെന്ന് പറയുന്ന ഒരു ആത്മീയ യാത്രയിലൂടെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും വൈകാരികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു അവസ്ഥയുടേതാണ്. ഇത് കിങ്ങായ സ്ഥിതിക്ക് ഇനി അടുത്തത് കുറയാനുള്ള സാധ്യത. അപ്പോൾ ഒരു വേലിയേറ്റത്തിൻ്റെ ഉയരത്തിലാണ് നിൽക്കുന്നത്. അടുത്ത് തന്നെ വേലിയിറക്കം ഉണ്ടാവും. സമാധാനമായിട്ട് നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം. ശുഭരാത്രി നേരുന്നു. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക്